ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് 3ാമത്തെ വർഷം. ഇതുപോലൊരു ഓഗസ്റ്റ് 15-നാണ് എൻ്റെ ഭർത്താവിനെയും സഹോദരനെയും നിസ്സാരം ഒരു ഹെൽമെറ്റ് വെക്കാത്തതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി MVD ജയിലിലാക്കുന്നത്. 2023 ഓഗസ്റ്റ് 12-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എൻ്റെ സഹോദരനും ഭർത്താവും കൂടെ ഒരു മൊബൈൽ ഷോപ്പ് റൺ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ മൊബൈൽ ഷോപ്പിൻ്റെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ചിറയൻകീഴിലോട്ട് പോവുമായിരുന്നു. ആ സമയത്ത് ഒറ്റപ്പന വെച്ച് MVDയുടെ ചെക്കിങ് നടക്കായിരുന്നു. ബാക്കിൻ്റെ തന്നെ പറയും കഥ. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി അന്ന് വന്ന മൊബൈലിൻ്റെ സ്പെയർ, അതായത് റിപ്പയറിന് വന്ന മൊബൈലിൻ്റെ സ്പെയർ എടുക്കാനായിട്ട് ചിറയൻകീഴ് പോകാൻ ഞാനും എൻ്റെ അളിയനും കൂടെ ഇറങ്ങുകയാണ്. ഇറങ്ങിയ സമയത്ത് ഒറ്റപ്പന, നമ്മുടെ ഷോപ്പ് വന്നിട്ട് പുതുക്കുറിച്ചിയാണ്, ഒറ്റപ്പന ചെക്കിങ് നടക്കുന്നു. ചെക്കിങ് നടന്നപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ബാക്കിൽ എൻ്റെ അളിയൻ ഹെൽമെറ്റ് ഇല്ലാതെയാണ് ഇരിക്കുന്നത്. ഒരാളെ അപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ ഉള്ളായിരുന്നു. അതെ, ഒരാളെ ഉള്ളായിരുന്നു. അപ്പോൾ വണ്ടി കൈ കാണിച്ചു, MVD ആണ് ചെക്കിങ്ങിന് ചെയ്യുന്നത്. വണ്ടി കൈ കാണിച്ചു നിർത്തിയതും അവർ ബാക്കിലിരുന്ന ആളിന് ഹെൽമെറ്റ് ഇല്ല, ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻ തരാൻ പറഞ്ഞു. ആ സമയത്ത് കയ്യിൽ പൈസ എടുത്തിട്ടില്ല. അപ്പോൾ ഓക്കെ, ഫൈൻ തരാൻ പറഞ്ഞു. അപ്പോൾ അവർ 500 രൂപ ഫൈനാണെന്ന് പറഞ്ഞു. ഓക്കെ, അതും വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് അതിലൊരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് ചോദിച്ചു. അപ്പോൾ ലൈസൻസ് കയ്യിലെടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു മൊബൈലിലുണ്ടെങ്കിൽ മൊബൈലിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആൾ ചോദിച്ചു ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞ അടുത്ത് തന്നെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെ പോകുന്നു എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഷോപ്പ് അവിടെയാണ്, നമ്മളിങ്ങനെ സാധനം എടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആൾ ഷോപ്പ് ദൂരം ഉണ്ടാകുന്ന ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ, മൊബൈൽ ഷോപ്പിൽ പോയി ലൈസൻസ് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അളിയൻ്റെ അടുത്ത് പോയി ഒരാൾ ഇവിടെ നിന്നിട്ട് ഒരാൾ പോയി ലൈസൻസ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അളിയൻ ലൈസൻസ് എടുക്കാൻ പോയി. ലൈസൻസ് ഷോപ്പിൽ എടുക്കാൻ പോയ സമയത്ത് ഇവിടെ വേറൊരു സംഭവം നടക്കുകയാണ്. അവിടെ വന്നിട്ട് ഒരു 17 വയസ്സുള്ള പയ്യൻ വണ്ടി ഓട്ടിച്ചുകൊണ്ട് വരുന്നു, കൈ കാണിച്ച് നിർത്തി, ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആ വണ്ടിയുടെ RC ഓണറും ഇരിപ്പുണ്ട്. അങ്ങനെ വണ്ടി കൈ കാണിച്ച് നിർത്തി, പയ്യന് ഹെൽമെറ്റ് ഇല്ല, 17 വയസ്സാണെന്നുള്ളത് അവർ കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഫൈൻ കൊടുക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ 14,000 9,000 അങ്ങനെ എന്തോണ് ഫൈൻ കൊടുക്കുന്നത് അവർക്ക്. അങ്ങനെ അവർക്കിങ്ങനെ ഫൈൻ കൊടുത്തിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അളിയൻ ലൈസൻസും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആളിങ്ങനെ വാങ്ങി നോക്കിയിട്ട് നേരെ പോക്കറ്റിൽ വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ അതെന്താണ് പോക്കറ്റ് വയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് ഈ ഹെൽമെറ്റ് വയ്ക്കാത്തതിൻ്റെ 500 രൂപ പിഴ അടച്ചാൽ ഈ ലൈസൻസ് തരുള്ളൂ, ഇല്ലെങ്കിൽ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ അല്ലല്ലോ, നമ്മൾ ഫൈൻ അടയ്ക്കാം, സാറ് ആ ഫൈൻ അടച്ച ആ റെസിപ്റ്റിങ് തന്നായി, നമ്മൾ അടച്ചോളാന്ന് പറഞ്ഞപ്പോൾ ഇല്ല അത് പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് മറ്റേ ഈ 17 വയസ്സുള്ള പിടിച്ച പയ്യനെ അവർ ഒരാഴ്ച ടൈം എൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് ടൈം കൊടുക്കുന്നുണ്ട്, ഇവർക്ക് അപ്പം തന്നെ അടച്ചേ പറ്റുള്ളൂ. എന്നാൽ അതാണ് ഏറ്റവും വലിയ. അപ്പോൾ ഞാൻ ചോദ്യം ചെയ്തു, സാറേ അതെന്താണ് അങ്ങനെ, നമ്മളിപ്പോൾ പൈസ എടുക്കാത്തതുകൊണ്ടല്ലേ, പൈസ ഇപ്പോൾ കയ്യിലില്ല, വൈകിട്ട് ഈ മൊബൈലൊക്കെ സർവീസ് ചെയ്ത് പോയി കഴിഞ്ഞാലേ കയ്യിൽ വല്ല പൈസ വരുള്ളൂ, അപ്പോൾ ഫൈൻ അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു നിൻ്റെ ലൈസൻസ് കൂടുതൽ സംസാരിച്ചാൽ നിൻ്റെ ലൈസൻസ് ഞാൻ ഇമ്പൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറേ അതിനു വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ വണ്ടി ഓടിച്ച ആൾ, ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട്, ബാക്കി ഇരുന്ന ആളിന് ഹെൽമെറ്റ് ഇല്ല, അതുമാത്രമല്ലേ തെറ്റായിട്ടുള്ളൂ. അത് നമ്മൾ ഫൈൻ അടയ്ക്കാമെന്നല്ലേ പറയുന്നത്. നീ കൂടുതൽ സംസാരിക്കുന്നുമുണ്ട്, നീ ഫൈൻ അടച്ചിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ നിൻ്റെ ലൈസൻസ് ഇമ്പൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആൾ ഒരു വിധത്തിൽ തന്നില്ല. തരാതെ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകാനായിട്ട് ആൾക്കാർ ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ കൂടി. അപ്പോൾ അവർക്ക് കണ്ടുകൊണ്ട് നിന്നിട്ട് അവരെല്ലാം സംസാരിക്കാൻ തുടങ്ങി. അതെന്താണ് ആ പയ്യൻ പറയുന്നത് ന്യായമല്ലേ, അവൻ്റെ ലൈസൻസ് നിങ്ങൾക്ക് വന്നിട്ട് വൈകിട്ട് അവൻ ഫൈൻ അടച്ചോളും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉള്ള ആൾക്കാരും പറഞ്ഞ് ആകെ കൂടി പ്രശ്നമായി. എന്നിട്ട് പള്ളിക്ക് സമയമായപ്പോൾ ഈ ആൾക്കാരെല്ലാം പള്ളിയിലോട്ട് പോയി. അപ്പോൾ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചതിൻ്റെ ഇത് വെച്ചിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, അവരെല്ലാം പള്ളിയിൽ പോയി. പക്ഷേ നമ്മളെ വിട്ടാലല്ലേ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ പുള്ളി വന്ന് കണ്ടു, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിടാ ഇങ്ങനെയാണ്, ഇതേപോലെ ലൈസൻസ് പിടിച്ചു വെച്ചിരിക്കുന്നു, 500 രൂപ ഫൈൻ, ആ പയ്യന് 17 വയസ്സേ ഉള്ളൂ, ആ പയ്യനിക്ക് വന്നിട്ട് ഫൈൻ കൊടുത്തിട്ട് ഇത്ര ദിവസത്തിനകത്ത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരതോ വിടാൻ തയ്യാറായി, പക്ഷേ എന്നെ വിടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവനും സംസാരിച്ചു, അവരെ കൂടെ നിന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ഈ സംസാരം ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് അവർ പറഞ്ഞു നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാൻ, വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി കയറാൻ പറഞ്ഞ് വണ്ടിയിൽ നേരെ ബാക്ക് ഡോർ തുറന്നു തന്നു. എൻ്റെ കൂട്ടുകാരൻ ആദ്യമേ കയറി ഇരുന്നപ്പോഴത്തേക്ക് ഇവർ ക്യാമറ ഓണാക്കി വെച്ചിട്ട്
വീഡിയോ എടുത്തിട്ട് നേരെ സ്റ്റേഷനിൽ നമ്മളുടെ ആ സമയത്ത് പറഞ്ഞ് നിങ്ങൾ ഓട്ടോ പിടിച്ചിട്ടായാലും കടിഞ്ഞംകുളം സ്റ്റേഷനിലോട്ടോ നമുക്ക് അവിടെ നിന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇതിൽ കൊണ്ടുപോകാനുള്ള പെർമിഷൻ നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് പറഞ്ഞ് ഓട്ടോ കൂലി വേണമെങ്കിൽ അവർ കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മളെ സ്റ്റേഷനിൽ വരുത്തിച്ചു. സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ പോലീസുകാർ, അന്ന് ചന്ദ്രദാസ് എന്ന് പറഞ്ഞ CI ആണ് അവിടെ ഇരിക്കുന്നത്. ആൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഴപ്പമില്ലടാ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്യാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു നിങ്ങൾ റിമാൻഡാണ്. കാര്യം എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി, അവരെ വണ്ടി അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവരെടുത്ത വീഡിയോയിലായാലും അവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതെല്ലാം. അവരെടുത്ത വീഡിയോയിലായാലും നമ്മൾ എന്ത് മാന്യമര്യാദയ്ക്കാണ് അവരെ കൂടെ പെരുമാറുന്നതെന്നും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് എന്ത് ചെയ്തു, സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്ത് അവസാനം നമ്മൾ റിമാൻഡ് ആവുകയാണ്. അതായത് അവിടെ നിന്ന് സ്റ്റേഷനിൽ നേരെ ഒരു മജിസ്ട്രേറ്റിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോകുന്നു, വർക്കല മജിസ്ട്രേറ്റിൽ കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസമാണ് കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ ജയിലിലോട്ട് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. കാരണം ശനിയും ഞായറും കോടതിയില്ല, തിങ്കളാഴ്ച ദിവസമേ കോടതിയുള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം ഓഗസ്റ്റ് 15 അപ്പോൾ 14-ാം തീയതി വൈകിട്ടോടുകൂടി നമുക്ക് ജാമ്യം കിട്ടുകയാണ്. അതായത് പിറ്റേ ദിവസം ഓഗസ്റ്റ് 15. അതാണ് ഇന്ന് ഈ കാര്യം ഓർത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജാമ്യം കിട്ടി. ഇപ്പോൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേസ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിളിപ്പിക്കും, എന്താണ് കാര്യം നടന്നതെന്നോ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. കഞ്ചാവ് കേസിലെ പ്രതിക്ക് അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നു. നിസ്സാര ഹെൽമറ്റ് കേസിൽ നമ്മൾ പോയാൽ നമുക്ക് റിമാൻഡും. ഈ നാട്ടിൽ എന്ത് നിയമമാണ് നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇത് അന്ന് തന്നെ നടന്ന സംഭവമാണ്. ഇപ്പോൾ വന്നിട്ട് അവർ ചുമത്തിയിരിക്കുന്ന വകുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, അവരെന്തോ ഫ്യൂച്ചറിൽ നമ്മൾ വകവരുത്താൻ ശ്രമിക്കുന്നു, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. അവരെടുത്ത് എന്തോന്ന് ചീത്ത വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വകുപ്പാണ് നമുക്കെതിരെ ഇട്ടിരിക്കുന്നത്. പക്ഷേ അവരെ വീഡിയോ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മൾ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ആ 3 ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ഒരു 3 ചെറുപ്പക്കാരെ ജീവിതം തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ പറഞ്ഞില്ലേ, ഇടയ്ക്ക് വന്ന് ഇടപെട്ട കൂട്ടുകാരൻ ഗൾഫിൽ പോകാൻ നിന്നതാണ്. അവൻ വരെ ഇതിൽ പെട്ടുപോയി. അങ്ങനെ 3 ആൾക്കാരുടെ ജീവിതം തകർത്തതാണ് ഈ 3 ഉദ്യോഗസ്ഥന്മാർ. MVD അതോടുകൂടി വെറുത്തു. ചെയ്യാത്ത കുറ്റത്തിനാണ് 3 ദിവസം ഇവർ ജയിലിൽ കിടന്നത്. ഇവർ ജയിലിലാവുന്ന ആ ദിവസം തന്നെ ഞങ്ങൾ വീട്ടിലറിയുന്നത് 6 മണിക്കാണ്. 6 മണിക്ക് ഇതേപോലെ ഇക്കാടെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെയാണ് കാര്യം, സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആൾ തന്നെ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ആരും വരണ്ട, അവന്മാരിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇറങ്ങി വരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഇരിക്കണം. പിന്നീട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും വിളിച്ചു പറയുന്നു അത് എന്തോന്ന് മറ്റേ കരം തീർത്ത രസീതോ അങ്ങനെ എന്തൊക്കെ കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വാപ്പ ജോലിക്ക് വരയ്ക്കുന്നു. 6 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. വാപ്പയുടെ അടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ വാപ്പ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇവരെ മെഡിക്കലിലോട്ടൊക്കെ മെഡിക്കൽ എടുക്കാൻ എന്തോ കൊണ്ടുപോയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാം കൈവിട്ട് പോയി. ഇതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം ഒന്നേ ഉള്ളൂ, കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഫൈൻ അടച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എങ്ങനെയെങ്കിലും മറിച്ച് അവർ കൊടുക്കാൻ, ആ ഉദ്യോഗസ്ഥൻ്റെ ഇത് കണക്കിരിക്കും, കൊടുക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കൊന്നിട്ടായാലും 500 രൂപ അപ്പോഴേ മറിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇവനൊക്കെ ഇതേപോലെ ജീവിതം തകർത്ത് കളയും. ഇന്ന് ഓഗസ്റ്റ് 15 ആയപ്പോൾ 3 വർഷമായി. 2023 നടന്ന സംഭവമാണ്. അപ്പോൾ ഇന്നും നമ്മളിത് കേസിനായിട്ട് പോവുമായിരുന്നു. ഇപ്പോൾ ഇക്ക ഹോസ്പിറ്റലായ സമയത്തും കേസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് പോകാൻ പറ്റിയില്ല. ഇക്കയുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കൊണ്ട് സഹോദരൻ ഇക്കയുടെ ആ കൂട്ടാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീണ്ടും കേസ് നീട്ടിവെച്ചു. അങ്ങനെ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് MVD പിടിച്ച കേസിലെ കാര്യങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. എന്തായാലും ആർക്കും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് മാത്രം പറയാം.